പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഹോസ്പിറ്റലിൽ വന്നതും ദേവയാനിക്ക് എടുക്കുമ്പോൾ ആദർശ് നയനനെ കൊണ്ടുവന്നിട്ട് ഇവൾക്ക് അമ്മനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാ എനിക്ക് ഇവളെ കണ്ട എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇവളാണ്, ഇവളെ കണ്ടാൽ എൻ്റെ അസുഖം കൂടുള്ളൂ എന്നൊക്കെ പറയുന്നതും അതാലോചിച്ച് ദേവയാനി ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കുറ്റബോധം കൊണ്ട്. ആ സമയത്ത് ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവയാനി നീ കരയണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയല്ലേ, നീ ഡോക്ടറെ കണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കണ്ടു, ഡോക്ടർ എന്നോട് പറഞ്ഞില്ല, പക്ഷേ വേറൊരാൾ വിളിച്ച് എന്നോട് സത്യം പറഞ്ഞു. നീ എന്തിനാ ആ പെൺകുട്ടീനെ അന്വേഷിച്ച് നട്ടോട്ട് ഓടുന്നത്? ആ പെൺകുട്ടി നമുക്കൊരു സഹായം ചെയ്തപ്പോൾ ആകെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ആരും അറിയരുതെന്ന്. ഞാനും ആദർശും അതാണ് ചെയ്യണേന്ന് പറയും. നയനയ്ക്കറിയോ എന്നെ സഹായിച്ച പെൺകുട്ടി ആരെന്ന് ചോദിക്കുമ്പോൾ അത് അതെനിക്കറിയില്ല, ആദർശ് മോൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയും. എന്നിട്ട് പറയും അതൊന്നല്ല, ഇപ്പോഴത്തെ എൻ്റെ വിഷമം എൻ്റെ മോൻ്റെ അവസ്ഥയാണ്, അവൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ആ ഫോൺ എടുത്തിട്ടൊന്ന് നമ്മളെ മരുമോളെ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ദേവയാനി. അവൾ നീ വിളിച്ചാൽ അപ്പോൾ വരും. അവൾ ഈ വീട്ടിൽ താമസിക്കണമെന്ന് ഞാനും എൻ്റെ മോനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ, അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അറിഞ്ഞൂടെ അവൾ നല്ല കുട്ടി എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ജയൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് ദേവയാനി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശീനെയാണ്. അനി ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും. ആ നിന്നെ വിളിച്ചു, നീ അനാമിക മോളെ പോയി വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയും. ശരി മുത്തശ്ശ എന്ന് പറയും. എനിക്ക് അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വല്യമ്മയുടെ ആഗ്രഹം അതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. കാരണം അനാമിക അവൾ അത്രയ്ക്ക് ഒരു മോശമായ പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പോട്ടെ, അതിനൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നീ അവളെ കഴുത്തി താലി കെട്ടിപ്പോയി, അനന്തപുരിയിൽ മരുമക്കളെ ഉപേക്ഷിച്ച ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒരുപാട് ബ്രാഞ്ചുകൾ നിന്നെ ഇനി അവനെ ഏൽപ്പിക്കും. നിന്റെ മുത്തശ്ശൻ്റെ അതേ സ്വഭാവം നിന്റെ ചേട്ടൻ്റെ അതേ പാത നീയും പിന്തുടരുന്നുണ്ട്. അപ്പോൾ അന്നേരം ആ സമയത്ത് പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊരു പേര് നിനക്ക് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി നയനമോളെ അവൾ ഉപദ്രവിച്ചത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്, പക്ഷേ ഇനിയിപ്പോൾ എല്ലാം ക്ഷമിച്ചേ പറ്റൂ. അതുമാത്രമല്ല മുത്തശ്ശ, അവൾ നന്ദുവിനെ അവളച്ഛനും അവളെ ഗുണ്ടകളൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് തട്ടിക്കൊണ്ടുപോയി. ഞാനും മാതൃശേട്ടനും കറക്റ്റ് സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അവളെ കെട്ടി തൂക്കിയേനായിരുന്നു പറഞ്ഞപ്പോൾ അതിന് തെളിവൊന്നുമില്ലല്ലോ മുത്തശ്ശ, അനിയെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശ, അവൾക്ക് അയാളും അയാളുടെ മോളും അല്ലാതെ വേറെ ആരും ഒരു ശത്രുതയില്ല എന്നൊക്കെ പറയുമ്പോൾ, ശരി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, മോൻ പോയി വിളിച്ചിട്ട് വാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി നേരെ പോകുന്നത് അനാമികയുടെ വീട്ടിലേക്ക്. വണ്ടിയിൽ ഓർണടി വെക്കുമ്പോൾ മരുമോനാണോ എന്നിട്ട് രേവതിക്ക് ഇത്തിരി സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ദേ ഇങ്ങോട്ട് വന്നേ, ദേ നമ്മുടെ മരുമോൻ വന്നേക്കണം. ആരാണിത്, നമ്മുടെ മരുമോനോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നുണ്ട്. ബായൊക്കെ ഏറിയിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നാണെന്ന് പറയും. കൊണ്ടുപോകാൻ വന്നതോ എന്ന് വെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശിയും വല്യമ്മയും പറഞ്ഞു അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറയാം. അപ്പം നിൻ്റെ ആഗ്രഹപ്രകാരമല്ലല്ലേ, എന്തായാലും ഞാൻ അവളോട് ചോദിക്കാം, താലി കെട്ടിയത് എന്തായാലും നീ അവളല്ലേ, അതുകൊണ്ട് അവൾക്ക് സമ്മതമാണെങ്കിൽ കൊണ്ടൊക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എൻ്റെ മോളെ പൊന്നു പോലെ നോക്കിയില്ലെങ്കിലും പൊന്നൊരുക്കി മൂത്തൊഴിക്കരുതെന്ന് പറയും. അത് അവളെ സ്വഭാവം പോലെ ഇരിക്കുമെന്ന് പറയും. മോനെ നിൻ്റെ തലയ്ക്ക് നെല്ലിക്കത്തളം വയ്ക്കണം, കാരണം ഒരു ഭാര്യ ഉണ്ടായിട്ടും നിൻ്റെ ചേട്ടൻ്റെ ഭാര്യനെയും അവൻ്റെ അനിയത്തിനെയും നീ സ്നേഹിച്ചുകൊണ്ട് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ നെല്ലിക്കത്തളം വയ്ക്കേണ്ടത് നിങ്ങളുടെ മോളെ തലയിലാണ്. നല്ലൊരു നാടൻമുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ബുൾസൈം ആവും, അത്രയ്ക്കും ചൂടുണ്ട് അവളെ തലയ്ക്കെന്ന് പറഞ്ഞപ്പോൾ എടാ എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടും. നീ ഇത് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നു വേണ്ട, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നെ വിളിക്കാൻ വരുന്നല്ലാന്ന് ഇപ്പോഴും ഞാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മോളെ വല്യമ്മ പറഞ്ഞിട്ടല്ലേ, അതുകൊണ്ട് മോള് പൊക്കോ എന്ന് പറയും. അതെ, ആ കരൾ കേടായ സ്ത്രീയും ആ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ മോളെ പറഞ്ഞയക്കണേന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ഒരുങ്ങാനായിട്ട് അകത്തേക്ക് പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കനകര വീട്ടിൽ ഒരുപാട് വർക്കുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്യേണ്ടെന്നല്ല മരുമോൻ പറയണേന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇനി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാനില്ല, അതുകൊണ്ട് വർക്ക് ചെയ്തേ പറ്റുമെന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പോകാൻ പോണില്ല എന്ന് പറഞ്ഞ് നന്ദോ പിടിവാശി തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങണ ആളെ കണ്ട് നമ്മുടെ കനക ഞെട്ടണ്. ആദർശമോൻ്റെ അമ്മയാണല്ലോ ഗോവിന്ദേട്ടാന്ന് പറഞ്ഞപ്പോൾ എന്തിനാണാവോ ഇനി വരുന്നത്, കലിതുള്ളിയാണോ വരുന്നതെന്നൊക്കെ അറിയില്ല. എന്തായാലും ദേവയാനി ആ വീട്ടിലേക്ക് വന്നെങ്കിലും കൂടി ദേവയാനിയുടെ മുഖത്തിന് തെളിച്ചൊന്നുമില്ല. ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവയാനി എന്താ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചപ്പോൾ എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് ചോദിക്കും. അതുകൊണ്ടല്ല, പാടില്ലാത്തതല്ലേ, എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മോൾക്ക് എങ്ങനെയുണ്ട്, അവൾക്ക് എന്തോ അസുഖം പോലെ ഉണ്ടായിരുന്നല്ല എന്ന് പറഞ്ഞു. മോൾക്കൊരു അസുഖം ഇല്ലല്ലോ എന്ന് ഗോവിന്ദ പറയും. അല്ല അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ കനക കൈ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയും.
അത് മോൾക്ക് ചെറിയ പനിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയും. ആ ശരി, സമ്മതിച്ചു. അവളെന്തേന്ന് ചോദിക്കും. ചേച്ചി കുളിക്കുന്നെന്ന് പറയും. ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം, വേണ്ട ഇനിയിപ്പോൾ അമ്മായിമ്മ അവളെ പോയി അവിടെ പോയി കാണാം, അമ്മായിമ്മയുടെ അടുത്തേക്ക് അവൾ വന്നെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ദേവയാനി അകത്തേക്ക് പോകും. നയനാണെങ്കിൽ കട്ടിലുമേൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കുമല്ലോ. ആ സമയത്ത് ദേവയാനെ കാണുമ്പോൾ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അമ്മയോ എന്ന് ചോദിക്കും. ആ അതെ എന്ന് പറയും. എനിക്ക് ആകെ ഒരു മോനുള്ളൂ ആദർശ്, അവൻ്റെ കണ്ണീര് കാണാൻ പറ്റില്ല എന്ന് വെച്ചപ്പോൾ അവൻ്റെ വിഷമം നീയാണ്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ കാണാൻ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ വിളിച്ചാലേ നീ വരുള്ളൂ എന്ന് പറഞ്ഞല്ലോ, എൻ്റെ മുന്നിൽ നീ നിൻ്റെ മുന്നിൽ ഞാൻ താഴണം എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ കല്ലാക്കണ്. ദേവയാനി ഇങ്ങനെ സ്വയം പറയുന്നു, ഒരിക്കലും എൻ്റെ സ്നേഹം ഇവള് തിരിച്ചറിയരുത് എന്നും പറഞ്ഞിങ്ങായിട്ട് എൻ്റെ ഉള്ളിലെ സ്നേഹം ഇവള് കാണുകയും ചെയ്യരുത് എന്നൊക്കെ ഉള്ള വാശിയിലാണ് ദേവയാനി. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു വീടിനെ നശിപ്പിച്ചിട്ടില്ല അമ്മേ, ഞാൻ ആ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ചെന്നതോടുകൂടി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ പോലെ തന്നെയാണ് അവിടെ ഉള്ളവരെയും കണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ മഹത്വമൊന്നും കേൾക്കാൻ ഞാൻ വന്നതല്ല, നിന്നെപ്പം ഞാൻ വിളിക്കാൻ വന്നില്ലേ, ആ നിലയ്ക്ക് നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ എന്ന് ചോദിക്കും. എൻ്റെ മോന് ഊണ് ഓർക്കില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥം നീ ഇല്ലാണ്ട് അവന് ജീവിക്കാൻ പറ്റില്ല എന്നല്ലേ. എനിക്കാണെങ്കിൽ അവനല്ലാതെ വേറൊരാളും ഇല്ല. 1.5 വയസ്സിൽ തുടങ്ങിയതാണ് എൻ്റെ മോന് ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും, അതുകൊണ്ട് തന്നെയാണ് രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടാന്ന് ഞാൻ വെച്ചതെന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ല അമ്മയെന്ന് പറയും. അതൊക്കെ രണ്ടാമത് പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ. അങ്ങനത്തെ മകനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്. പക്ഷെ അവൻ നാളെ എന്നെ സ്നേഹിക്കണം, ഇപ്പോഴത്തെ കാലത്ത് മക്കൾ തന്തതള്ളമാരെ സ്നേഹിക്കണമെന്നോ നോക്കണമെന്നൊന്നുമില്ല. എന്നാലും എൻ്റെ മോനും അവൻ്റെ അച്ഛനും അങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത്. നാളെയും അവൻ അങ്ങനെ തന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ കാണുന്നതല്ലേ അനന്തപുരി തറവാട്ടിലെ അച്ഛനെയും അമ്മനെയും അവരുടെ മക്കൾ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും എൻ്റെ മോനും. എന്നാലും എൻ്റെ മോൻ്റെ കണ്ണീര് കാണാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് നിന്നെ വിളിക്കാൻ വന്നതാണ്, അതുകൊണ്ട് വായോ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അപ്പം നയനയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ, ഞാൻ നിൻ്റെ മുന്നിൽ താഴണമെന്നല്ലേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇനി നിന്നെ കാല് പിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നയന അങ്ങനെ നെട്ടിക്കൊണ്ട് ദേവയാനിനെ വിളിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.